അതിന് ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ ശശി ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി ഇന്നലെ ഞങ്ങൾ ആലോചിച്ച് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ മറുപടി പറഞ്ഞിരുന്നു. DYFI യൂത്ത് സെൻറ്ററിനെതിരെ ഉന്നയിച്ച ആക്ഷേപം DYFIക്കാർ പറഞ്ഞു, ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അത് അവർ പറഞ്ഞിട്ടുണ്ട്, അത് കൂടുതലൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. എന്താണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അതിനൊക്കെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശശിയുടെ അഭിപ്രായം അങ്ങനെയാവും. പക്ഷേ പാർട്ടിക്ക് പാർട്ടിയുടെ സമ്പ്രദായങ്ങളുണ്ടല്ലോ. പാർട്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്ത ഈ ജില്ലയിലെ നേതാക്കളിൽ ഒരാൾ PK ശശിയാണ്. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിലുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശിക്ക് ശശിയുടെ പരാതികളുണ്ടാവും. പാർട്ടിക്ക് പാർട്ടിയുടെ രീതിയും സമ്പ്രദായവും അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അവധാനതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമീപിച്ചത്. അപ്പോൾ വീണ്ടും ഞാനതാ പറയണം, ഇത്ര അധികം പിന്തുണയും ലാളനയും പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവില്ല. അമിതമായ ലാളന കിട്ടിയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശശി പിന്നീട് പാർട്ടിക്കെതിരായി മാറാൻ ഇടവന്നത് എന്ന് കരുതേണ്ടി വരും. ഇത്ര അധികം ലാളന കിട്ടിയ ഒരു നേതാവ് പാലക്കാട് ജില്ലയിൽ വേറെ ഒരു നേതാവ് ഉണ്ടാവില്ല പാർട്ടിക്ക്. കോടിയേരിക്ക് ശേഷം പിന്നീട് നമ്മുടെ പരാതി കേൾക്കാൻ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ആളില്ലാതെ പോയി, ഒരു നേതാവില്ലാതെ പോയി എന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നീട് ഈ ലാളനയൊന്നും നൽകാൻ ആളില്ലാത്തതുകൊണ്ടുള്ള ഒരു സംഭവമാണെന്നാണ്. അല്ല, പാർട്ടി ഒരു സമ്പ്രദായം അനുസരിച്ചാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതിപ്പോൾ കോടിയേരി ആയാലും പിണറായി ആയാലും അതിനു മുമ്പ് ചടയനായിരുന്ന കാലത്തും അതിൻ്റെ മുമ്പ് നായനാരായിരുന്നപ്പോഴും അതിനും മുമ്പ് VS ആയിരുന്നപ്പോഴും ഒക്കെ ഈ പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അന്നൊക്കെ ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് അതിൽ ഓരോ സെക്രട്ടറിമാരും മാറുമ്പോൾ എന്തെങ്കിലും ഒരു സമ്പ്രദായം മാറിയതായി തോന്നിയിട്ടില്ല. ഞാൻ ഇവരൊക്കെ സെക്രട്ടറിമാരാവുന്ന കാലത്ത് ഈ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പാർട്ടിയുടെ സെക്രട്ടറിമാരായിരുന്നു. CH മരിച്ചതിന് ശേഷം നായനാർ സെക്രട്ടറിയായി. അതിന് ശേഷം ഇതുവരെയുള്ള മിക്കവാറും എല്ലാ സെക്രട്ടറിമാരുള്ളപ്പോഴും ഞാൻ പാർട്ടിയിലുണ്ട്. പാർട്ടി ഒരു സമ്പ്രദായത്തിലാണ് പ്രവർത്തിക്കുക. പാർട്ടിയുടെ അകത്ത് രൂപപ്പെട്ടു വരുന്ന അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ പരിഹരിക്കുകയും ചർച്ച ചെയ്യുന്നതിനും നമ്മുടെ പാർട്ടിക്ക് ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം അനുസരിച്ചാണ് എല്ലാ പ്രശ്നങ്ങളും പാർട്ടി പരിഹരിക്കാൻ ശ്രമിക്കുക. അത് എല്ലാവർക്കും ബോധ്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ ബോധ്യമായില്ലെങ്കിൽ പോലും പാർട്ടിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുക. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സാധാരണ പാർട്ടിയല്ല, ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ട രൂപം കൊണ്ട പാർട്ടിയാണ്. ആ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നും സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ അത്ര ഗൗരവമായിട്ട് കണക്കാക്കാറില്ല. അത്ര വലിയ വൈകാരികമായിട്ട് ഇതൊക്കെ എടുക്കുന്നത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള താല്പര്യങ്ങളുള്ളത് കൊണ്ടാണ്. പൊതു താല്പര്യം പാർട്ടിയുടെ താല്പര്യമാണ്. ആ പൊതു താല്പര്യത്തിന് കീഴ്പ്പെടണം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും. ഞാൻ അങ്ങനത്തെ അഭിപ്രായങ്ങളും ഞാൻ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പാർട്ടിയെ സംബന്ധിച്ച് എനിക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് മോശമാക്കാനോ നന്നാക്കലോ അതൊന്നും എൻ്റെ ജോലിയല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ ജോലിയല്ല. പക്ഷേ ഇന്നലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല ഘട്ടങ്ങളിൽ പല കാലത്ത് പ്രവർത്തിച്ചിരുന്ന പല ആളുകളുമാണ് ഇന്നലെ ഈ വിമത കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയെത്തിയത്. അത് ഒരു 500-ൽ നിന്നില്ല 1000-ൽ ആളുകൾ എത്തിയെന്നാണ് അവർ അതിനെ അവകാശപ്പെടുകയും ചെയ്യുന്നത്. അതായത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുന്നത് 1939 പിണറായി പാറപ്പുറം സമ്മേളനം. അതിനുശേഷം ഒരു 8-8 പതിറ്റാണ്ട് കാലത്തിനിടയിൽ പാർട്ടി അതിൻ്റെ ലക്ഷ്യങ്ങളുമായിട്ട് മുമ്പിലേക്ക് പോകുമ്പോൾ പല പല കാരണങ്ങളാൽ പലരും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ വിട്ടുപോയവരൊക്കെ പിന്നീട് പാർട്ടിയുടെ കൂടെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് പാർട്ടിയുടെ ചരിത്രം. ആരൊക്കെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയോ അവരൊക്കെ അവസാന കാലത്ത് ഞങ്ങൾക്ക് പാർട്ടിയുടെ കൂടെ വരണം, ഞങ്ങൾക്ക് മരിക്കുമ്പോൾ ഒരു കൊടി ഞങ്ങളുടെ നെഞ്ചത്ത് കിടക്കണം, അത് ഞങ്ങളുടെ രക്തമാണ് എന്ന് അവസാന നാളുകളിൽ ആഗ്രഹിക്കുകയും പാർട്ടി അതിനൊക്കെ വിധേയപ്പെട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പോയവരൊക്കെ അവരുടെ
വൈകാരികത തണുക്കുമ്പോൾ പാർട്ടി രാഷ്ട്രീയം തിരിച്ചറിയുമ്പോൾ തിരിച്ചു വന്ന ചരിത്രമാണ് ഞങ്ങളുടെ പാർട്ടിക്കുള്ളത്. ഇത് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പുതിയ പ്രശ്നമല്ല ഞങ്ങളുടെ മുമ്പിൽ. ഈ പുറത്താക്കപ്പെടുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പി കെ ശശി ഒരു മാർക്സിസ്റ്റ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ പോവുകയാണ്. യുഡിഎഫിന്റെ കൂടി പിന്തുണയോടുകൂടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ആ യോഗത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ തരത്തിലും ഗംഭീര വിജയം ഉണ്ടാക്കണം, UDFിനെ തോൽപ്പിക്കണം, BJPയുടെ കടന്നുകയറ്റത്തെ ചെറുക്കണം, ഇങ്ങനെ കേരളത്തിൽ LDFിൻ്റെ മൂന്നാമത്തെ ഭരണം ഉറപ്പുവരുത്തണം. ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷത്തിന് ഭരണം നിലനിൽക്കുന്ന ഏക സംസ്ഥാനമാണിപ്പോൾ കേരളം. എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇടതുപക്ഷത്തെ തിരിച്ച് ഭരണത്തിലെത്തിക്കാൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ശ്രമിക്കണം. ഇടതുപക്ഷം ഇല്ലാത്തൊരു കേരളം സൂര്യനില്ലാത്ത ആകാശം പോലെ ശൂന്യമായിരിക്കും. അതുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉയരുന്ന വെല്ലുവിളിയെ ചെറുക്കാൻ എല്ലാ ഇടതുപക്ഷ അനുഭാവികളും ഒരുമിച്ചിറങ്ങണം. ഇതായിരുന്നു ഇന്നലെ ഞങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചത്. പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് ബേബി ആ യോഗത്തിൻ്റെ അവസാനം നടത്തിയ പ്രസംഗം ഇതായിരുന്നു. ആ ലക്ഷ്യത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും ഞങ്ങൾ തോൽപ്പിക്കും, ഇടതുപക്ഷം വിജയിക്കും. ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം.